ഇനി മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർ. ബഹുമാനിയായ അധ്യക്ഷ, കേരള ഉദ്ഘാടക ശ്രീമതി ഷീല ദീക്ഷിത്, അധ്യക്ഷൻ ശ്രീ കെ മാധവൻ, ശ്രീ എം ജി രാധാകൃഷ്ണൻ, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി, നമ്മൾ മാത്രമല്ല കേരളം ഒന്നാകെ അഭിമാനത്തോടെ ആദരിക്കുന്ന ശ്രീ ONV കുറുപ്പ്, ശ്രീ സീതാകാന്ത് മഹാപത്ര, ശ്രീ ഒ രാജഗോപാൽ, ശ്രീ MA ബേബി, ശ്രീ കെ ജയകുമാർ, മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ, ഒരു ക്ഷമാപണത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ വളരെ വൈകി വരാൻ, പ്രത്യേകിച്ച് ഗവർണർ പങ്കെടുക്കുന്ന യോഗത്തിൽ അത് ഒരു വലിയ പ്രോട്ടോക്കോൾ ലംഘനമാണ് എന്നും എനിക്കറിയാം. പക്ഷേ ഇങ്ങനെയുള്ള അവസരത്തിൽ സാധാരണ രീതിയിൽ പിന്നെ വരാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം. പക്ഷേ ONV കുറുപ്പ് സാറിൻ്റെ പരിപാടി ആയതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ്, എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു മീറ്റിംഗ്, അത് കഴിഞ്ഞ് വരേണ്ടി വന്നതുകൊണ്ടാണ് വൈകിയത്. നിങ്ങളത് സദയം ക്ഷമിക്കണം എന്ന് ഗവർണറോട് ഞാൻ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരോടും അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലയാള ഭാഷയെ ഇത്രയേറെ സ്നേഹിക്കുകയും അക്ഷരങ്ങൾക്ക് കവിതയിലൂടെ വേറിട്ട ഒരു ആസ്വാദന അനുഭവം നൽകുകയും ചെയ്ത ശ്രീ ONV കുറുപ്പ് സാറ് മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട കവിയാണ്. മലയാള പുരോഗമന കവിതയുടെ ശക്തനായ പ്രതിനിധിയായി കാവ്യജീവിതം തുടങ്ങി മനുഷ്യ സാഹോദര്യത്തിനും മനുഷ്യ പുരോഗതിക്കും വേണ്ടി ശക്തമായി നിലകൊണ്ടു. തൊഴിലാളി വർഗത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും മർദ്ദകരുടെ നിഷ്ഠൂരതകളെക്കുറിച്ചും വികാരസാന്ദ്രമായ ഭാഷയിൽ അദ്ദേഹം പാടി. ഇന്നിൻ്റെ കണ്ണീരും നല്ല നാളെയുടെ സമൃദ്ധിയുമാണ് ആ കവിതയെല്ലാം പ്രചോദിപ്പിച്ചത്. ഒരു സാമൂഹ്യ നീതിവാദിയായ അദ്ദേഹം അതിനായി കവിതയിലൂടെ കാഹളമൂതി. ലോകത്തിലുള്ള വിവിധ വേദനകളും പീഡനങ്ങളും അദ്ദേഹം കവിതയിൽ വിഷയമാക്കിയിട്ടുണ്ട്. അതിലൂടെ വിശ്വപൗരനായി അദ്ദേഹം വളർന്നു. വംശീയത, യുദ്ധം, പരിസ്ഥിതി നാശം എന്നിവയ്ക്കെതിരെ ഉള്ള ശക്തമായ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. ഹൃദയം കൊണ്ടാണ് അദ്ദേഹം ഓരോ വരികളും ചിട്ടപ്പെടുത്തിയത്. അതേസമയം ഭാരതീയമായ മാനം ഉൾക്കൊള്ളുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനം. മനുഷ്യർ ഭൂമാതാവിൻ്റെ മക്കളായതിനാൽ ജാതി മത വംശീയതകൾക്കതീതമായി പരസ്പരം സഹോദരരും സമത്വമുള്ളവരും സ്വതന്ത്രരുമാണെന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് എല്ലാവരും അംഗീകരിച്ച ഒന്നാണ്. തികച്ചും കേരളീയമായ പാട്ടു സാഹിത്യ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ 2-3 തലമുറകളെ ആവേശഭരിതമാക്കി. മലയാള നാടിനെയും നാട്ടുംപുറങ്ങളെയും അവിടങ്ങളിലെ സാധാരണക്കാരെയും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കീഴ്പ്പെടുത്തി. വലിയൊരു ഭാഷാ സ്നേഹിയായ ONV കുറുപ്പ് സാർ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി നേടിത്തരുന്നതിന് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ അടുത്തുനിന്ന് ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രീ MA ബേബി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഞങ്ങളെല്ലാം ഡൽഹിയിൽ പോയി അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കണ്ട് ശ്രേഷ്ഠ ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മലയാളത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ്റെ വീര്യത്തോടുകൂടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്തു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് മലയാളം സർവകലാശാല. ഇന്ന് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന രീതിയിൽ ആ സർവകലാശാല നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മുമ്പോട്ട് നീങ്ങുകയാണ്. അതിൻ്റെ തുടക്കത്തിനും ശക്തമായിട്ടുള്ള പിന്തുണയും സഹകരണവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ONV സാറിനെ ഏഷ്യാനെറ്റ് ന്യൂസ് ആദരിക്കുമ്പോൾ അത് ONV എന്ന
കവിയുടെയോ വ്യക്തിയുടെയോ അല്ല, മലയാള കവിതയുടെയും ഭാഷയുടെയും ആഘോഷമാണ്. സാധ്യമായ കവിതകളിലൂടെ മലയാളിയെ ഉദാത്തമായ അനുഭൂതികളിലേക്ക് കൈപിടിച്ച് നടത്തിയ ഈ മഹാപ്രതിഭയ്ക്ക് എല്ലാ ആദരവുകളും അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ആദരവ് സംഘടിപ്പിച്ച ഏഷ്യാനെറ്റിനെ പ്രത്യേകം അനുമോദിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.